ശമൂവേൽ അധ്യായം 2. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം ദൈവത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്നു, എൻ്റെ കൊമ്പ് ദൈവത്താൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയാൽ നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധൻ ഇല്ല, നീയല്ലാതെ ഒരുത്തനുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ശക്തനുമില്ല. ഡംഭിച്ചഹങ്കരിച്ച് ഇനി സംസാരിക്കരുതേ. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുതേ. കർത്താവ് ജ്ഞാനമുള്ള ദൈവം, അവൻ്റെ മുമ്പിൽ തന്ത്രങ്ങൾ സാധ്യമല്ല. വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോകുന്നു, എളിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. വന്ധ്യ പ്രസവിക്കുന്നതും തൃപ്തയാകുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. ദൈവം കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അവൻ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു, അഗതിയെ കുപ്പയിൽ നിന്നുയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂമിയുടെ ആഴങ്ങൾക്ക് തട്ടിട്ടു, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല, തന്നോട് എതിർക്കുന്നവനെ അവൻ തകർക്കും. അവൻ ആകാശത്തു നിന്ന് അവരുടെ മേൽ ഇടിമുഴക്കും. ദൈവം ഭൂവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പുയർത്തുന്നു. പിന്നെ എൽക്കാനായും ഹന്നായും റാമയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ ദൈവശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും ദൈവത്തെ അറിയാത്തവരും ആയിരുന്നു. അവർ ഒരു മുപ്പല്ലി ഉണ്ടാക്കി. ഈ പുരോഹിതന്മാർ ജനത്തോട് പെരുമാറിയ രീതി എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ വേലക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുക്കും. ശിലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവർ അങ്ങനെ ചെയ്തു. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ വേലക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട്, പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിൻ്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ, അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലമായി എടുക്കും എന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാരൻ ദൈവത്തിൻ്റെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞി നൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി ഭർത്താവിനോടുകൂടി വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്നു കൊടുക്കുമായിരുന്നു. ഏലി എൽക്കാനയെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു.
ഈ സ്ത്രീ ദൈവത്തിന് കഴിച്ച നിവേദ്യത്തിന് പകരം ദൈവം അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. ദൈവം ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ ദൈവസന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായി. അവൻ്റെ പുത്രന്മാർ എൻ്റെ ഇസ്രായേലിനോടു ചെയ്യുന്നതെല്ലാം സമാപന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ കൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞു ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത് എൻ്റെ മക്കളെ. ദൈവജനം നിങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതായി ഞാൻ കേൾക്കുന്ന വാർത്ത നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താലോ അവനു വേണ്ടി ആർ അപേക്ഷിക്കും എന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ ദൈവം നിശ്ചയിച്ചതുകൊണ്ട് അവർ പിതാവിൻ്റെ വാക്ക് വകവച്ചില്ല. ശമൂവേൽ ബാലനോ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു. എൻ്റെ യാഗപീഠത്തിന്മേൽ ബലി കരേറ്റുവാനും ധൂപം കാട്ടുവാനും എൻ്റെ സന്നിധിയിൽ ഏഫോസ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും എനിക്ക് പുരോഹിതനെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ നേർച്ചകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ത്? ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. എങ്കിലും ദൈവം അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിൻ്റെ ഭുജവും തകർത്തു കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രായേലിന് ലഭിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയുമില്ല. നിന്റെ കണ്ണ് ക്ഷയിപ്പിക്കാനും നിന്റെ ഹൃദയം വ്യസനിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എൻ്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമെല്ലാം പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിക്കും ഫിനേഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്ക് ഒരു അടയാളമാകും. അവർ ഇരുവരും ഓരോ ദിവസത്തിൽ തന്നെ മരിക്കും.
എന്നാൽ എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവൻ അഭിഷിക്തനായി എൻ്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവൻ്റെ അടുക്കൽ വന്നു ഒരു വെള്ളിക്കാശിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ടു ഒരു കഷ്ണപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതൻ്റെ ജോലിക്കാക്കേണമേ എന്ന് അപേക്ഷിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.